ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആരെയും ദ്രോഹിക്കണമെന്ന് കരുതി ചെയ്തതല്ല. എന്റെ ഗതികേട് കൊണ്ട് സംഭവിച്ചു പോയതാ ഇതൊക്കെ. ഇതെന്താ വീണ്ടും പോലീസൊക്കെ വന്നേക്കുന്നു? ആ സ്വർണത്തിന്റെ കേസാ. നല്ല വ്യക്തമായ തെളിവുകൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്ത് തെളിവ്? എന്ത് തെളിവ് നിങ്ങളുടെ കയ്യിലുള്ളേ? ചുമ്മാ പേടിപ്പിക്കാതെ പോവാൻ നോക്ക് സാറേ, വെറുതെ മനുഷ്യന്റെ സമയങ്ങളെ. പോലീസുകാർ നീ ആട്ടിപ്പായിക്കുന്നതാ. എന്നാ പിന്നെ നിന്നെ കൊണ്ട് പോയിട്ട് തന്നെ കാര്യം. വന്ന് കയറാ ജീപ്പിലോട്ട്. നിങ്ങൾ എന്ത് അതിക്രമമായി കാണിക്കുന്നത്? വീട്ടിൽ കയറി കയ്യാങ്കളി കാണിക്കുന്നോ? ഇതുപോലുള്ള മക്കളുണ്ടായാലേ ഇതല്ല, ഇതിനപ്പുറം വീടിനകത്ത് കാണേണ്ടി വരും. ഇനി പോലീസ് മർദ്ദനം കൂടി നിങ്ങളെ കൺമുന്നിൽ കാണണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് എന്റെ മസിൽ പിടുത്തം കളഞ്ഞിട്ട് വന്ന് ജീപ്പിൽ കയറാൻ പറ. ആ പെൺകുട്ടിയുടെ സ്വർണം ഞാൻ എടുത്തിട്ടില്ലെന്നും അതെന്റെ ഓട്ടോയിലില്ലെന്നും നിങ്ങൾ അന്വേഷിച്ച് ബോധ്യപ്പെട്ടതല്ലേ? പിന്നെ ഇപ്പൊ ഈ കയ്യേറ്റം കാണിക്കുന്ന എന്തിന്റെ പേരിലാണെന്നാ ഞാൻ ചോദിക്കുന്നത്? അത് ഞാനാ എടുത്തെന്നുള്ള രീതിയിൽ എന്തിന് തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ കാണിക്കണോ? എനിക്ക് ബോധ്യപ്പെട്ടാ ഞാൻ വരും. നിങ്ങൾ വിളിക്കുന്ന എവിടേക്കും. പക്ഷെ എന്നെ ബോധ്യപ്പെടുത്തണം. എടോ സോമശേഖര സാർ, വിളിച്ച് കാണിച്ചു കൊടുക്കണോ ഇവൻ ആവശ്യപ്പെടുന്ന തെളിവ്? ഇറക്കിക്കൊണ്ട് വാടോ അവളെ. സർ, ഇങ്ങോട്ട് ഇറങ്ങടി. അയ്യോ ശാന്ത, നടക്കടി അങ്ങോട്ട്. നടക്കങ്ങോട്ട്. പറഞ്ഞു കൊടുക്കടി, ഏതറ്റം വരെ സ്വർണ്ണക്കേസ് പോയിരിക്കുന്നെന്ന്. വിഷ്ണു സാറിന് കേക്കട്ടെ. പറയടി, എന്തൊക്കെയാ ചെയ്തു വച്ചേക്കുന്നെന്ന്. ഞാൻ പറയാം. പൊന്നി, ശരി സത്യമ്മേ. ശാന്തേ, ശരി സത്യമ്മേ. സത്യമ്മ എന്നും വൈകിട്ട ഞങ്ങൾ അന്നന്ന് ജോലി എടുക്കുന്നതിന്റെ കൂലി തരുന്നത്. അന്നും പതിവ് പോലെ പണം വാങ്ങി പൊന്നിക്ക് ആദ്യം കൊടുത്തത്. എന്തോ അത്യാവശ്യം പറഞ്ഞ് പൊന്നി നേരത്തെ ഇറങ്ങി. ഞാൻ സത്യമ്മ പറഞ്ഞ എന്തോ ഒരു പണി കൂടി തീർത്തിട്ടാ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. പുറത്ത് ഓട്ടയ്ക്ക് സമീപം നിലത്തായിട്ടാണ് ഞാൻ ആ മാല കണ്ടത്. അത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഈ വീട്ടിലെ ആരുടെ മാലയല്ല എന്ന്. ഏതോ യാത്രക്കാരുടെ ആവാനാണ് സാധ്യത എന്ന്. എന്തുകൊണ്ടോ എനിക്കത് സത്യമ്മ ഏൽപ്പിക്കാൻ തോന്നിയില്ല. എന്റെ ജീവിത സാഹചര്യം ആവാം എന്നെ കൊണ്ട് ആ മാല എടുപ്പിച്ചത്.
എന്താ വേണ്ടത്? ഒരു മാല വിൽക്കാനുണ്ട്. ആ, എടുത്തു. ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്ന് സ്വർണം വാങ്ങിച്ചിട്ട് പോയതാ. വീട്ടിൽ ചെന്നപ്പോ സ്വർണ്ണം ഇല്ല സാറേ. 30 പവന കയ്യിൽ നിന്ന് പോയിരിക്കുന്നു. ഈ മാല എന്റെയാ, ഒരു അത്യാവശ്യം വന്നുകൊണ്ട് വിൽക്കുന്നതാ. ആ ഇരിക്കും. ഞാൻ ഓണറോട് റേറ്റിന്റെ കാര്യം ഒന്ന് സംസാരിക്കട്ടെ. സാർ, സാർ, ഈ മാലയാണ് ഇന്നലെ കാണാതെ പോയെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് പറഞ്ഞത്. ഓ, ഇതവർ ഇവിടുന്ന് വാങ്ങിയതാ. ഇതിപ്പോ എവിടെ നിന്ന്? ഇത് ഈ പെൺകുട്ടി വിൽക്കാൻ കൊണ്ടുവന്നതാ. അവരോട് അവിടെ ഇരിക്കാൻ പറയും. ഞാൻ പോലീസിനെ വിവരം അറിയിക്കാം. അയാൾ വീണ്ടും മാല നോക്കിയതിനു ശേഷം എന്നോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആരോടോ സംസാരിച്ചു. ഹലോ, അസിസ്റ്റന്റ് കമ്മീഷണർ ആരാ സംസാരിക്കുന്നത്? ഇതാണ് സംഭവിച്ചത്. മനഃപൂർവ്വം ആരെയും ദ്രോഹിക്കണമെന്ന് കരുതി ചെയ്തതല്ല. എന്റെ ഗതികേട് കൊണ്ട് സംഭവിച്ചു പോയതാ ഇതൊക്കെ. ഇതെന്താ വീണ്ടും പോലീസൊക്കെ വന്നേക്കുന്നു? ആ സ്വർണത്തിന്റെ കേസാ. ശാന്തേച്ചിയുടെ കയ്യില് ആ സ്വർണത്തിന്റെ ബാക്കിയുണ്ടെന്നാ പറയുന്നേ. ആ, ഇപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ ഏറെ കുറെ മനസ്സിലായി കാണുമല്ലോ. ഇവർക്ക് സ്വർണ്ണമാല കിട്ടിയതേ ഈ മുറ്റത്തുനിന്ന്. അതായത് കാണാതായ സ്വർണത്തിന്റെ കൂട്ടത്തിലുള്ള മാല. അപ്പൊ പിന്നെ കാണാതായ സ്വർണം ഇവിടെ തന്നെ കാണുമല്ലോ.